ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അജ്രക് മെറ്റീരിയലിൽ ജീൻസിക്കൊക്കെ ഉള്ളൊരു ക്രോപ്പ് ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മളിതുപോലെ രണ്ടാക്കി മടക്കിയിടുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഇടുകയാണ്. അതിൻ്റെ മോൾ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് 34 ചെസ്റ്റ് അളവുള്ളത്. അപ്പോൾ അത് 10.5 ഉണ്ട്. 10.5 തന്നെയാണ് നമ്മൾ മുൻവശത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 10.5 കണക്കാക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ വരച്ചതിന് ശേഷം അതുമ്മലാണ് നമ്മൾ കഴുത്തും ഷോൾഡറും ആം ഹോളും ഒക്കെ വരച്ചെടുക്കുന്നത്. വീനെക്കാണ് 6 നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. വിഡ്ത്ത് വന്നിട്ടുള്ളത് 3 നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ തുണിയിൽ കട്ട് ചെയ്യണില്ല, നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണത്. അടിയിൽ നിന്ന് മേലേക്ക് ഒരു 2 ഇഞ്ച് എടുത്തിട്ട് അതിന് ഇതുപോലെ ഒരു കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 3 അടയാളപ്പെടുത്തുന്നുണ്ട്. കഴുത്തിൻ്റെ വിടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 5.5 അടയാളപ്പെടുത്തുന്നത്. അതിന് നമ്മളൊരു ബോക്സാക്കി വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കോർണറിൽ നിന്ന് ഒരു 1.25 വിടുത്തിൽ ഒരു ചെറിയ കർവ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോളും കൂടി കട്ട് ചെയ്തിട്ട് 2 പീസിനെയും കൂടി സെപ്പറേറ്റ് ആക്കണം. നൂർത്തിയിട്ടതിന് ശേഷം നമ്മൾ മടങ്ങി കിടക്കുന്ന പീസിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അടിയിൽ വരച്ച് വെച്ച് ആ കർവിനെ കട്ട് ചെയ്ത് കളയണം. ചെറുതായിട്ട് ഷേപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാലൻസുള്ള തുണി നമ്മൾ രണ്ടാക്കിയതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 22 ഇഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. ഫുൾ കൈയാണ്. അപ്പോൾ നമ്മളൊരു 8 ഇഞ്ചിൽ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടി 23 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കോർണറിൽ നിന്ന് ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസുള്ള പീസിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുക ചെയ്യേണ്ടത്. ഒരു പീസ് ഒരു 3 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ വേണം.
നമ്മളെ കർവ് വെട്ടിയ പോലെ തന്നെയാണ് നമ്മൾ ഈ പീസും ഞെറിവിടാനുള്ള ഈ പീസും വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 2.5-3 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ മടക്കിയിടുന്നുണ്ട്. ഈ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. ആദ്യം ഇതിനെ ബാലൻസ് ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇരുപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മോൾ വശം 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് 18 കൂടി വേണം. അപ്പോൾ നമ്മൾ ബാക്ക് പീസിനെ 18 തന്നെയാണ് എടുക്കുന്നത്. മുൻ പീസിൽ 3 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി മുൻവശത്തേക്കുള്ള ആ പീസിനെടുത്തിട്ട് നമ്മൾ മോൾ വശം കട്ട് ചെയ്ത പോലെ തന്നെ ഒരു 2.5 ഇഞ്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കണം. രണ്ടര ഇഞ്ച് നമ്മൾ 2 സ്ഥലത്തും അടയാളപ്പെടുത്തുകയാണ്. സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. സ്കെയിൽ വെച്ച് ഈ കോർണറിൽ നിന്ന് ആ കോർണറിലേക്ക് ഒന്നിച്ച് വരച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന തുണീൻ്റെ ഇറക്കവും ബാക്കത്തെ പീസിൻ്റെ ഇറക്കവും ഒന്നായിരിക്കണം. അപ്പോൾ 2 വശവും ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുൻവശത്തുപോലെ ഫ്രില്ലിട്ട് കൊടുത്തുകൊണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് വശം അതുപോലെ നമ്മൾ കുറച്ച് ഞെറിവിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം.